ഇതൊരു കൃത്യമായ ഒരു സംഘാടനം ഇക്കാര്യത്തിൽ അവർ കാണിച്ചിട്ടില്ല. ഈ ഓട്ടംതുള്ളൽ എന്ന നമ്മുടെ ഈ കേരളീയ കലയെ തികച്ചും അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് സാഹിത്യ അക്കാദമി ഹാൾ പരിസരത്താണ്. ഇവിടെ ഓട്ടംതുള്ളൽ മത്സരം നടക്കുകയാണ്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങൾ നടക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്, കുട്ടികൾ, അതായത് മേക്കപ്പ് ചെയ്യുന്ന ചുട്ടി ചെയ്യുന്ന കുട്ടികളൊക്കെ പുറത്ത് കനത്ത ചൂടിൽ ഇരുന്നാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നമുക്ക് കുറച്ച് പരാതികളും, ഇങ്ങനെ ഇവർക്ക് മുറികൾ വേണമെന്ന് സംബന്ധിച്ചുള്ള പരാതികളും നമുക്ക് ലഭിച്ചു. നമുക്ക് മാതാപിതാക്കളോട്, കുട്ടികളുടെ മാതാപിതാക്കളോട് സംസാരിക്കാം. മകനാണോ മകളാണോ ഉള്ളത്? മകനാണ്. ശരിക്കും എന്താണ് നിങ്ങളുടെ പരാതി? ഇവിടെ ഈ ഓട്ടംതുള്ളൽ മത്സരത്തിന് ഒരുങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള മുറി സൗകര്യങ്ങളോ ഒന്നും ഒരുക്കാതെയാണ് ഈ സംഘാടകർ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ രാവിലെ വന്നിട്ടുള്ള ഈ കലാകാരന്മാരും അവരെ ഗുരുനാഥന്മാർ, അതുപോലെ തന്നെ രക്ഷിതാക്കളെല്ലാം രാവിലെ മുതൽ ഈ വെയിലത്ത് ഈ കാട്ടിനകത്താണ് ഇത് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കൃത്യമായ ഒരു സംഘാടനം ഇക്കാര്യത്തിൽ അവർ കാണിച്ചിട്ടില്ല. ഈ ഓട്ടംതുള്ളൽ എന്ന നമ്മുടെ ഈ കേരളീയ കലയെ തികച്ചും അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എത്ര മണിക്കൂറോളമായി നിങ്ങളിവിടെ ഇരിക്കുന്നു? ഇവിടെ ഇപ്പം ഞങ്ങൾ രാവിലെ ഒരു 9 മണിയോടെ ഇവിടെ എത്തിയതാണ്. 9 മണി തൊട്ട് ഇത്രയും നേരം ഈ വെയിലത്തും ഈ കാടിൻ്റെ ഈ അന്തരീക്ഷത്തിലുമാണ് ഇവിടെ ഈ ഒരുങ്ങുന്നതും എല്ലാം. പെൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഇത് ഡ്രസ്സ് മാറണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മുറി സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്. പിന്നെ അതുപോലെ ഈ ചുട്ടി കുത്തുന്നതിനും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതൊന്നും ഒരുക്കിയിട്ടില്ല. പെൺകുട്ടികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇവിടെ ഈ വേദിയിൽ ഇവരെ എത്തുന്നതിനുള്ള അനൗൺസ്മെൻറ്റ് ഇവിടെ കേൾക്കുന്നില്ല. ആ അനൗൺസ്മെൻറ്റ് കേട്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റൂ. അങ്ങനെ കേൾക്കാതിരിക്കുമ്പോൾ പല കുട്ടികളുടെ അവസരങ്ങളും നഷ്ടപ്പെടും. അപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായ ഒരു സംഘാടനം ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അനൗൺസ്മെൻറ്റും മറ്റ് ശബ്ദം ഇവിടെ കേൾക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മോടൊപ്പം ഒരു കുട്ടിയുടെ മാതാവ് കൂടിയുണ്ട്. കുട്ടിക്ക് തയ്യാറാവാനുള്ള വേദി, സ്ഥലമില്ല എന്ന് കേട്ടു. ചേട്ടൻ പറഞ്ഞതിനൊക്കെയുള്ള അഭിപ്രായങ്ങൾ തന്നെ ഞങ്ങൾക്കും പറയാനും. എത്ര മണി മുതലാണ് ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ രാവിലെ 11 മണിയായപ്പോൾ വന്നതാണ്. നേരം കൊണ്ട് മുറിയൊന്നുമില്ല, ഈ പുറത്ത് തന്നെയാണ്. നമുക്ക് ഇവരൊക്കെ ഡ്രസ്സ് മാറാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ചൂടുണ്ട്, നല്ല വിയർപ്പും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. മേക്കപ്പ് ചെയ്തിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അതേ ഉള്ളൂ. പിന്നെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നില്ല, അതാണ് മെയിൻ കാരണം. അപ്പം നമുക്കിതൊന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നാണ് നമ്മളതിൻ്റെ അറിയുന്നത്. ചുട്ടി കുത്താൻ ഒരു മുറിയോ മറ്റോ ഒന്നുമില്ല. വെയിലത്തിരുന്നാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാവരും ചുട്ടി കുത്തുന്നതും മറ്റുമെല്ലാം. വസ്ത്രം മാറുന്നതടക്കം അടുത്തുള്ള ഒരു ബാത്റൂമിലാണ്, അതും വൃത്തിഹീനമായൊരു ബാത്റൂമിലാണെന്നാണ് അവകാശപ്പെടുന്നത്. അവിടെയാണ് വസ്ത്രം മാറുന്നതടക്കം ഉള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. മറ്റൊന്ന് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നില്ല എന്നുള്ള, രണ്ടും കാര്യമായ പരാതികളാണ്. സാഹിത്യ അക്കാദമി പരിസരത്തു നിന്നും JR വെങ്കടേശ്വരൻ, റിപ്പോർട്ടർ.